Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Good afternoon, miss. Good afternoon, ma'am. Okay. Good afternoon. Okay. അപ്പൊ ഇന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. 3 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 3 മണി കഴിയുമ്പോൾ നമുക്ക് 3 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വേറെ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ. മൂന്ന് മണി വരെ ഞാൻ തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഞാൻ നോമ്പുള്ളവരുടെ കാര്യമില്ല കേട്ടോ ചോദിച്ചത്. അവർക്ക് വൈകിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? Hello. അബ്ദുൾ സമദ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അഥവാ നോസോഫോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങള്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെ. അത് നോസോകോമിയോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് നോസോകോമിയൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്നാണ് അല്ലെ. അപ്പൊ 3 പേരുകൾ അല്ലെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ അത് അറിയപ്പെടും. ഓക്കെ. പിന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് പേഷ്യന്റ് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അണുബാധ ഉണ്ടായിരിക്കില്ല. ഹോസ്പിറ്റലിൽ പ്രവേശിച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് അല്ലെ. അതുകൊണ്ടാണ് അതിന്റെ പേര് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് സമയം വെച്ചിട്ടാണ് സാധാരണ സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂറിന് ശേഷം സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വരുന്ന ആർക്കും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ് പഠിച്ചു വെക്കണം, ടെക്സ്റ്റിലുള്ളത് കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ അതിന്റെ സിംറ്റംസുകൾ അല്ലെ, എന്തൊക്കെ സിംറ്റംസുകളാണ് പൊതുവെ ഈ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് വരുന്ന സിംറ്റംസുകൾ എന്തൊക്കെയാണ്, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒന്ന്, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് അല്ലെ, മുറിവിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജ് അല്ലെ, മുറിവ് പഴുക്കുക, പസ് വരിക അല്ലെ, പഴുപ്പ് വരിക, ഫീവർ വരിക അല്ലെ, പനി വരിക, അതുപോലെ കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ അല്ലെ, ചുമ അല്ലെങ്കിൽ നമുക്കൊരു ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഫീലിംഗ് അല്ലെ, അതുപോലെ ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി യൂറിനേഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വരുന്നൊരു അവസ്ഥയാണ് അല്ലെ, ബേണിംഗ് സെൻസേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, അതുപോലെ ഹെഡേക്ക്, നോസിയ, വൊമിറ്റിംഗ്, അതുപോലെ തന്നെ ഡയേറിയ. ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞതാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ എന്താ പറയുന്നത്, people who experience new symptoms in the course of the same may also experience pain and irritation at the infection site. Many will experience
ദ നോട്ടീസബിൾ സിംറ്റംസ്, അത് ഓരോ പേഷ്യന്റിനനുസരിച്ച് സിംറ്റംസിൽ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ചില ആളുകൾക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മുറിവൊക്കെ സംഭവിക്കുന്ന പെയിൻ അനുഭവപ്പെടാം, മറ്റെന്തെങ്കിലും ഇറിറ്റേഷൻ അനുഭവപ്പെടാം, ചിലർക്ക് കാര്യമായിട്ട് തന്നെയുള്ള സിംറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തരുടെയും അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് സോഴ്സസ് ആണ് കേട്ടോ. സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി എങ്ങനെയാണ് ഈ നോസോഫോമിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സോഴ്സസുകളെ പറ്റിയിട്ടാണ് അവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സർക്കിളിൽ കൊടുത്തത് മുഴുവൻ സോഴ്സസ് ആണ് കേട്ടോ, പോയിന്റുകളാണ്, പഠിച്ചു വെക്കുക കേട്ടോ. സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ഏതൊക്കെയാ നോക്കി. ഒന്ന്, അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം അല്ലെ, അസുഖബാധിതരായിട്ടുള്ള മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം അല്ലെ, ഈ പറയുന്ന പാത്തോജൻസ് വരാം, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. സോ അതർ പേഷ്യൻസ്. പിന്നെ വിസിറ്റേഴ്സിൽ നിന്ന് വരാം. ഇപ്പൊ വിസിറ്റേഴ്സിൽ ഈ പറയുന്ന നമ്മുടെ ഒരു നാട്ടിലൊരു ശീലമാണ് അല്ലെ, എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാല് കാണാനൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടുകാരൊക്കെ വരും അല്ലെ, കുറെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് വരാറില്ലേ, അങ്ങനെയല്ലേ പൊതുവെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന വിസിറ്റേഴ്സിൽ നിന്നൊക്കെ എന്തുണ്ടാവാം, ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഓക്കെ, പ്രത്യേകിച്ച് പേഷ്യന്റിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സമയമാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പിടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ വിസിറ്റേഴ്സിൽ നിന്ന് വരാം. ഹോസ്പിറ്റൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അവരെ പരിചരിക്കുന്ന ആളുകൾ, ഡോക്ടേഴ്സിൽ നിന്നാവാം, നഴ്സസിൽ നിന്നാവാം, അറ്റൻഡേഴ്സ്, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, പേഷ്യൻസിന് മാത്രമല്ല ഹോസ്പിറ്റലിൽ ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസിന് സാധ്യതയുണ്ട് കേട്ടോ. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ, അറ്റൻഡേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പേഷ്യന്റിലേക്ക് മറ്റുള്ള ഹോസ്പിറ്റൽ പേഴ്സൺസ് അല്ലെ, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് ഇൻഫെക്ഷൻസ് അവർക്ക് ലഭിക്കാം. അതുപോലെ തന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കത്തീറ്റേഴ്സ്, ട്യൂബുകൾ, ഇതൊക്കെ ശരീരത്തിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഈ പറയുന്ന പാത്തോജൻസുകൾ പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. പിന്നെ എയർ അല്ലെ, നമ്മുടെ വായുവിൽ നിന്ന്, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്നൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കാം അല്ലെ, എയർ. പിന്നെ പറയുന്നത് വാട്ടർ ഓഫ് ഫുഡ് അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ അല്ലെ, ഇതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് നോക്കിയേ, പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നോസോഫോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് പുറത്തു നിന്നുള്ള, അതായത് എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് വരാം. അതുകൂടാതെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള ബാക്ടീരിയാസ്, അല്ലെങ്കിൽ മറ്റുള്ള വൈറസ് ചെറിയ അളവിലൊക്കെ അത് ക്രമാതീതമായിട്ട് വർദ്ധിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. അപ്പൊ പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞിട്ട് ഇസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻസൈഡ് ദ ബോഡി ഓഫ് എ ഹെൽത്തി പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ ബോഡിയിൽ എന്താണ് ജീവിക്കുന്ന കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ചെറിയ അളവിലൊക്കെ എന്തുണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസ്, ഫംഗസ് ഒക്കെ ചെറിയ അളവുകളിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അളവ് ക്രമാതീതമായിട്ട് ഇതുമൂലം, അതാണ് നമ്മൾ പറയുന്നത് എൻഡോജീനിയസ് ആയിട്ടും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന പാത്തോജൻസ് മൂലവും നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതാണ് ഇത് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻസൈഡ് ദ ബോഡി ഓഫ് എ ഹെൽത്തി പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന എന്താണ് ഇത്തരം രോഗാണുക്കൾ മൂലം എന്ത് സംഭവിക്കാം, ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, അതാണ് ഇതിനെയാണ് നമ്മൾ പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് ഫോമൈറ്റ് കണ്ടാമിനേഷൻ. ഇതാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ. എന്താണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർഫസ് ട്രാൻസ്മിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ജേംസ് ആൻഡ് പാത്തോജൻസ് ആർ സ്പ്രെഡ് ത്രൂ ദ, ഇതിലൂടെയാണ് സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസസ്. അതായത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള
ഇത്തരം സർഫസുകളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും രോഗാണുക്കള് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാം. അപ്പൊ ഫോമൽ കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ കണ്ടാമിനേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ രോഗാണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഉപയോഗിക്കുന്ന പാത്രങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ തൊടുന്ന ഭാഗങ്ങളായിരിക്കാം അല്ലെ. അങ്ങനെയുള്ള രോഗാണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കള് അതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് മൂലം ഈ പറയുന്ന ജേംസും പാത്തോജൻസും പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് പ്രവേശിക്കപ്പെടാം. അതാണ് എന്ത്? ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഫോമൽ കണ്ടാമിനേഷൻ സർഫസ് ട്രാൻസ്മിഷൻ ആണ്. അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് മൂലം അതിൽ നിന്നും ഈ പറയുന്ന രോഗാണുക്കള് എന്ത് ചെയ്യാണ് ശരീരത്തിൽ. ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് തൊടുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ഡോർമ തൊടുക, അല്ലെങ്കിൽ ഡോർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാവാം, പാത്രങ്ങളായിരിക്കാം അല്ലെ. അവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ രോഗാണു, അതായത് ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ടച്ച് ചെയ്യുമ്പോൾ ആ രോഗാണുക്കളൊക്കെ അത്തരം നിർജീവ വസ്തുക്കളിൽ ഉണ്ടാവും. അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? രോഗമില്ലാത്ത ആളുകളുടെ ഇതിലേക്കും കൂടെ ഈ രോഗാണുക്കൾ പ്രവേശിക്കും അല്ലെ. അതിനെയാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ്. ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ അല്ലെ. നമ്മൾ ഈ സർജിക്കൽ പ്രൊസീജിയർ, മറ്റെന്തെങ്കിലും മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഒക്കെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ്, ഡ്രെയിൻസ്, കത്തീറ്റേഴ്സ്, ദാറ്റ് മീൻസ് ദീസ് ആർ ദ ട്യൂബ്സ് ആണ് അല്ലെ. ട്യൂബ്സ് ആൻഡ് ഡിവൈസസ് that is used to remove the blood, pus അല്ലെ. അങ്ങനെയൊക്കെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്തീറ്ററുകള് അല്ലെ, ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ട്യൂബുകള്. നമ്മൾ പറഞ്ഞില്ലേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ സിവിയർ ആവുന്ന കേസിൽ നമ്മൾ കത്തീറ്റർ മീൻസ് ട്യൂബുകളൊക്കെ യൂറിനറി ട്രാക്റ്റിലൂടെ കയറ്റും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ പ്രൊസീജിയർ ഇപ്പൊ ഡയാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ട്യൂബുകള്, കത്തീറ്ററുകള്, ഇതുവഴിയായിട്ടൊക്കെ രോഗാണുക്കള് ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടാം. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺസ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എയർ, വാട്ടർ ഓർ ഫുഡ്, patient's normal flora. Patient's normal flora means the microorganisms that live inside the body of a healthy person. Then fomic contamination പറയുന്ന സർഫസ് ട്രാൻസ്മിഷൻ ആണ്. രോഗാണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള നിർജീവ വസ്തുക്കളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സർഫസുകളൊക്കെ ആയിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അതിൽ നിന്നും രോഗാണുക്കള് ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. ഇതിനെയാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. Then devices, drains and catheter. ഈ സോഴ്സുകളൊക്കെ പഠിച്ചു വെക്കുന്നു കേട്ടോ. ഓക്കെ, 9 ഉണ്ട് കേട്ടോ. 2, 3, 4, 5, 9 സോഴ്സസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് who is at risk for the nosocomial infections. ഇനി എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ റിസ്ക് ഉള്ള സാഹചര്യങ്ങള്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പേഷ്യൻസിന്, എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ള ആ ഒരു റിസ്ക് ഉള്ളത്, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് കേട്ടോ. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. who is at risk for the nosocomial infections. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നാമത്തത്, those who are admitted to a health care facility are at risk for contracting a HAI. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു വ്യക്തിയും, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഏത് വ്യക്തികൾക്കും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി അതിൽ തന്നെ റിസ്ക് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ആണ് അവിടെ എടുത്തു പറയുന്നത്. ആർക്ക് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ കാര്യം ആലോചിക്കേണ്ടതാണ്. അതായത് who are admitted to a health care facility are at a risk for contracting HAI. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫോർ സം ബാക്ടീരിയ ദ റിസ്ക് മേ ആൾസോ ഡിപെൻഡ്. പക്ഷെ അനദർ റിസ്ക് ഫാക്ടേഴ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തത് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്, അതായത് ഷെയറിംഗ് റൂം ഷെയർ ചെയ്യില്ലേ നമ്മള്, ആ സമയത്ത് അതായത് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം അസുഖബാധിതരായിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ റൂം ഷെയർ ചെയ്യുന്ന സമയത്ത്
അവരിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരുമല്ലോ, സ്വാഭാവികമാണ്. അപ്പൊ അതാണ് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂം മേറ്റ് അല്ലെ. ഓക്കെ, അതായത് ഷെയറിങ് എ റൂം വിത്ത് സമ്മൺ അല്ലെ, മറ്റൊരാളുമായിട്ട് നമ്മൾ റൂം ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ് ഏജ്. മറ്റൊരു പോയിന്റ് ഏജ് ആണ്. വയസ്സ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് കേട്ടോ. അവിടെ പറയുന്നുണ്ട് പെർട്ടിക്കുലർലി പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. വയസ്സ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണ്. അതായത് ഒരു 70 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. കാര്യം എന്താണ്, 70 വയസ്സ് കഴിയുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം എന്താണ്, ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞൊരു അവസ്ഥയാണ് അല്ലെ. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ തന്നെ ധാരാളം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഏജ് ആണ് കേട്ടോ. മറ്റൊരു ഫാക്ടർ ഏജ് ആണ്. എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്, ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old കേട്ടോ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഏകദേശം ഒരു 70 വയസ്സിന് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തത് ഹൗ ലോങ് പുട്ട് ഇൻ ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. അതായത് ലോങ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്. ലോങ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്, അതായത് നമ്മൾ ഒരുപാട് നാളുകളോളം ആന്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിക്കും നമ്മൾ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണല്ലോ. പിന്നെ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന സമയത്ത് ശരിക്കും ഇത് കൃത്യമായ വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒരു ആന്റിബയോട്ടിക്സ് ശരിക്കും എടുക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തില് പുട്ടിന്നാണ് കേട്ടോ. പേഷ്യന്റ് ഓക്കെ. എന്റെ ടെക്സ്റ്റിൽ എങ്ങനെ കിടക്കുന്നത്, സോറി അതൊന്ന് തിരുത്തണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോകുന്നത്. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. പേഷ്യന്റ് എന്നാണ് കേട്ടോ. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ്, ദാറ്റ് മീൻസ് ലോങ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് കേട്ടോ. ആന്റിബയോട്ടിക്സ് ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്, അതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ റെസിസ്റ്റൻസിനെ തന്നെയാണ് കുറയ്ക്കുന്നത്. കാര്യം അതിനെയും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ലോങ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് കേട്ടോ. ആന്റിബയോട്ടിക്സ് കുറെ കാലം ഉപയോഗം കൂടുതലാണെങ്കിലും ഈ ഇൻഫെക്ഷനുള്ള സാധ്യത, അങ്ങനെയുള്ള ആളുകളിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, വെദർ ദ പേഷ്യന്റ് ഹാസ് ഒരു ഹെൽത്ത് മതി കേട്ടോ. വെദർ ദ പേഷ്യന്റ് ഹാസ് എ യൂറിനറി കത്തീറ്റർ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് catheters കേട്ടോ. യൂസ് ഓഫ് catheters ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാവിംഗ് ദ യൂറിനറി catheters, അതും ഒരു റിസ്ക് ഉള്ള കണ്ടീഷൻ ആണ്. യൂറിനറി catheters നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് ഈ പറയുന്ന catheters-ലൂടെയൊക്കെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ട്യൂബുകള്, കത്തീറ്ററുകള്, ഇങ്ങനെ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യപ്പെടാം, ഈ പറയുന്ന രോഗാണുക്കള് ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഹാവിംഗ് ദ യൂറിനറി കത്തീറ്റർ, അതൊരു ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളില്. അതുപോലെ ലെങ്തി ICU സ്റ്റേസ്, സ്റ്റേയിങ് ICU ലോങ് ടൈം, ഒരുപാട് നാളുകളോളം ICUല് ചെലവഴിക്കുന്ന പേഷ്യൻസ്. ICU ഉള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ ദീർഘകാലം ICUല് എന്താണ് സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസ്, അവർക്ക് ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി മറ്റും കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി കുറയുന്നത് മൂലം തന്നെ ഇത്തരം ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെന്താണ്, വെദർ ദ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ എ കോമ. കോമ സ്റ്റേജിലുള്ള പേഷ്യൻസ്. കോമ സ്റ്റേജിലുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ മിക്കവാറും അവര് അൺകോൺഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മൊബിലിറ്റി ഒന്നും ഉണ്ടാവില്ല, മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന പേഷ്യൻസുകളായിരിക്കും. അപ്പൊ അത്തരം പേഷ്യൻസിനും ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കാര്യം അവർ ബെഡിൽ തന്നെ ദീർഘകാലം കിടക്കുമ്പോൾ ബെഡ് സോർ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. കാര്യം അവർക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, കോമ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് നാളുകളോളം ബെഡിൽ തന്നെ കിടക്കുകയാണ് അല്ലെ. അങ്ങനെ ബെഡ് സോർ വരും, അങ്ങനെ മേലൊക്കെ പൊട്ടാം, അങ്ങനെയൊക്കെയുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഈ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെയാണ്. പിന്നെ ട്രോമ പേഷ്യൻസ് കേട്ടോ. ട്രോമ മീൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ട്രോമ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുള്ള, ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അതുപോലെ ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ട്ടോ. വളരെ വീക്ക് ആയിട്ടുള്ള എന്താണ് പ്രതിരോധ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ടുള്ള രോഗികൾക്കും പൊതുവെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയാൽ തന്നെ അസുഖങ്ങൾ വരും. അപ്പൊ ഇവർക്കൊക്കെയാണ് നോസോഫോഗിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ റിസ്ക് ഫാക്ടേഴ്സ് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഒന്ന് ഷെയറിംഗ് ദ റൂം വിത്ത് അല്ലെ അനദർ പേഴ്സൺ, മറ്റൊരാളുമായിട്ട് റൂം ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ, റൂം ഷെയർ ചെയ്യുന്ന വ്യക്തിക്ക് റൂംമേറ്റിന് ഇൻഫെക്ഷൻ വരാം. അതുപോലെ ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അതിനുള്ള റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ലോങ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്, ഹാവിംഗ് യൂറിനറി കത്തീറ്റർ, സ്റ്റേയിങ് ICU ലോങ് ടൈം, അതുപോലെ ബീയിങ് കോമ സ്റ്റേജ്, അതുപോലെ ട്രോമ പേഷ്യൻസ്, വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകൾ, ഇവർക്കൊക്കെ നോസോഫോഗിയൽ ഇൻഫെക്ഷൻസിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്തത് പറയാം. ഓക്കെ അല്ലേ? എളുപ്പമുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന രോഗാണുക്കള് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഏതൊക്കെയാണ് ആ 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? ഒന്ന് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. കോണ്ടാക്റ്റിന് തന്നെ 2 സബ് ഡിവിഷൻ ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. തേർഡ് വൺ എയർ ബോൺ ട്രാൻസ്മിഷൻ. ഫോർത്ത് വൺ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ആൻഡ് ഫിഫ്ത് വൺ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അപ്പൊ ഇതൊക്കെയാണ് 5 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ 5 മോഡ്സ് ഓഫ്, ടൈപ്പ് അല്ല, 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. 5 രീതിയിൽ ട്രാൻസ്മിഷൻ നടക്കാം. ഒന്ന് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, second one droplet transmission, third one airborne transmission, fourth one common vehicle transmission, and fifth one vector-borne transmission. ഇത്രയുമാണ് പഠിക്കാനുള്ളത്. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അതൊക്കെ കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വായിച്ചു നോക്കാം. കോണ്ടാക്ട് അഥവാ ഹാൻഡ് ബോൺ ആണ് കേട്ടോ. ബോൺ അല്ല, ബി ആണ്, BORNE എന്നാണ് കേട്ടോ. H അല്ല, B എന്നാണ് കേട്ടോ. കോണ്ടാക്ട് അഥവാ മറ്റൊരു പേരും കൂടെ അതിന് പറയും ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയും കേട്ടോ. ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ എന്നും പറയും. ഓക്കെ, കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ സമ്പർക്കത്തിലൂടെ എന്ത് വരുന്നുണ്ട്? ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ഈ പറയുന്ന 5 മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? കോണ്ടാക്ട് ആണ് കേട്ടോ. കോണ്ടാക്റ്റിലൂടെയാണ് കോമൺ ആയിട്ട് ഒരു മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്സ്. കോണ്ടാക്ട് ട്രാൻസ്മിഷന് പ്രധാനമായിട്ടും നമ്മൾ 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ പേഷ്യന്റുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? രോഗാണുക്കള് ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു അല്ലെ, അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആൻഡ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് between a host and an infector or colonizer, such as when a person turns a patient, gives a bath, or does other patient care jobs that need the direct personal contact.
അതായത് നമ്മൾ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് നേരിട്ടുള്ള ഒരു ബോഡി സർഫസ് അവരുടെ ബോഡി സർഫസുമായിട്ട് നേരിട്ട് കോൺടാക്റ്റിൽ വരുന്നത് ഒരു നേരിട്ടുള്ള ഒരു ഫിസിക്കൽ കോൺടാക്ട് വഴിയായിട്ട് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യപ്പെടാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാണ് ആർക്കിടയില് ബിറ്റ്വീൻ ദ ഹോസ്റ്റ് ആൻഡ് ഇൻഫെക്റ്റഡ് പേഴ്സൺ അല്ലെ. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പാത്തോജൻസിനെ വഹിക്കാൻ സാധ്യതയുള്ള എൻവിയോൺമെന്റ് ആണ് കേട്ടോ. അതാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും എന്ത് ചെയ്യാണ് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ബോഡി സർഫസ് കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യപ്പെടുകയാണ് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ. അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് എന്ന് പറയാൻ കാരണം. എന്തൊക്കെയാണ് സച്ചസ് വെൻ എ പേഴ്സൺ ടേൺസ് എ പേഷ്യന്റ്. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ പരിചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് അല്ലെ. പേഷ്യന്റിന് ഭക്ഷണം കൊടുക്കുക, പേഷ്യന്റിനെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ പേഷ്യന്റിന് വേണ്ട മറ്റു പരിചരണങ്ങളൊക്കെ ചെയ്യാം അല്ലെ. നേരിട്ട് എന്താണ് പേഴ്സണൽ കോണ്ടാക്ട് വെക്കുന്ന പേഷ്യന്റ് കെയറിലൂടെയൊക്കെ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന രോഗാണുക്കളെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക അല്ലെ. ഓക്കെ, അപ്പൊ അവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരും അല്ലെ, വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഡയറക്റ്റ് വേറെ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്, നേരിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് വഴിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഇനി രണ്ടാമത്തത് എന്താണ്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് നേരിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നില്ല, പക്ഷെ അവരുപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ വഴിയായിട്ട് അവരുപയോഗിക്കുന്നത് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞില്ലേ. അതായത് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികള് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള വസ്തുക്കള് മായിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെ, അതായത് അതിനിടയിൽ എന്തുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വരുന്നുണ്ട് അല്ലെ. പേഷ്യന്റിനും ആ ഒരു എന്താണ് ഇൻഫെക്റ്റഡിനും പേഷ്യന്റിനും ഈ പറഞ്ഞ ഹോസ്റ്റിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയായിട്ട് എന്ത് ചെയ്യപ്പെടാണ് ഈ പറയുന്ന ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ അതിന് നമുക്ക് ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, നേരിട്ട് കോണ്ടാക്ട് വരുന്നില്ല, പക്ഷെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്താണ് സമ്പർക്കത്തിൽ ഏർപ്പെട്ട വസ്തുക്കളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക, അതിലൂടെ ആ ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റിലൂടെ എന്ത് ചെയ്യപ്പെടുന്നു, ഈ പറയുന്ന പാത്തോജൻസ് ആന്റിജൻസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് എന്ത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അപ്പൊ നോക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ് വിത്ത് എ ടൈൻറ്റഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്. അതായത് വളരെ മലിനമാക്കപ്പെട്ടിട്ട്, ഇന്റർമീഡിയറ്റ്സ് മലിനമാക്കപ്പെട്ട കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുമായിട്ട് സമ്പർക്കത്തില് ഏർപ്പെടുന്നത് മൂലം എന്ത് സംഭവിക്കുകയാണ്, ഈ പറയുന്ന ട്രാൻസ്മിഷൻ അവിടെ നടക്കുകയാണ്. ലൈക്ക് കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്, നീഡിൽസ് ഓർ ഡ്രസ്സിങ്സ് ഓർ tainted gloves and tainted gloves that are not changed between the patients, tainted surfaces by needles, dried blood that transmits hepatitis B or C അല്ലെ. ഡ്രൈഡ് ബ്ലഡ്, അതായത് ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കള്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളാവാം, നീഡിൽസുകളാവാം, അവരുടെ ക്ലോത്തിങ്സ് ആവാം, ഗ്ലൗസുകളാവാം. സാധാരണ ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൗസുകൾ അടുത്ത പേഷ്യന്റിന്റെ അടുത്ത് പോകുമ്പോൾ അത് മാറ്റണം, പുതിയ ഗ്ലൗസ് ഇടണം. അങ്ങനെയൊന്നും എക്സ്ചേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ഗ്ലൗസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുപോലെ ടൈൻറ്റഡ് സർഫസ് ബൈ നീഡിൽസ് അല്ലെ. അതുപോലെ തന്നെ നീഡിൽസുകൾ വഴിയായിട്ട് ടൈൻറ്റഡ് ആയിട്ടുള്ള മലിനമാക്കപ്പെട്ട സർഫസുകളുമായിട്ട് കോണ്ടാക്ട് വരുന്നത് വഴിയായിട്ട്, അതുപോലെ ഡ്രൈഡ് ബ്ലഡ് അല്ലെ, ഡ്രൈഡ് ബ്ലഡിലൂടെയൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട്, അതായത് ഇൻഫെക്റ്റഡ് പേഴ്സന്റെ കോണ്ടാക്ടിൽ ഇരിക്കുന്ന വസ്തുക്കൾ, നിർജീവമായിട്ടുള്ള വസ്തുക്കൾ, അത്തരം വസ്തുക്കൾക്ക് എന്തിന് സാധ്യതയുണ്ട്, ഈ പറയുന്ന പാത്തോജൻസിനെ ക്യാരി ചെയ്യാൻ സാധ്യതയുണ്ട്. ആ വസ്തുക്കളുമായിട്ട് കോണ്ടാക്ട് വരിക ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയായിട്ട് ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിന് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ? അതായത് ഇപ്പൊ നമ്മൾ തുമ്മുമ്പോഴ്, ചുമയ്ക്കുമ്പോഴ്, സംസാരിക്കുമ്പോഴ് അല്ലെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പല ഡ്രോപ്ലെറ്റ്സുകളും ഇങ്ങോട്ട് വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് വഴിയായിട്ട് അതിലൊക്കെ ഈ പറയുന്ന പാത്തോജൻസുകളെ ക്യാരി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഡ്രോപ്ലെറ്റ്സുകൾ വഴിയായിട്ട് എന്ത് സംഭവിക്കാം, അതിലൂടെ ട്രാൻസ്മിഷൻ നടക്കാം. അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്മിഷൻ ഹാപ്പൻസ് when droplet and transmitted through the droplets. Transmitted through the droplets that is produced by coughing, sneezing
അല്ലെ, നമ്മൾ ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, സംസാരിക്കുമ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ലെറ്റ്സുകൾ വഴിയായിട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നതിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. Transmission happens when droplets that contain microbes from the infected person are pushed a short distance through the air and deposited on the patient's body. അത്രയേ ഉള്ളൂ. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന ഡ്രോപ്ലെറ്റ്സുകൾ, അത് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ വരുന്ന ഡ്രോപ്ലെറ്റ്സുകൾ എന്തുണ്ടാവാം, അതിനകത്ത് പാത്തോജൻസ് ഉണ്ടാവാം, അല്ലെ, രോഗാണുക്കൾ ഉണ്ടാവാം. അത് നമ്മുടെ എയറിൽ തങ്ങി നിൽക്കൂ, അല്ലെ. ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രം ആണ്, ഷോർട്ട് ഡിസ്റ്റൻസ്, എയറിൽ കുറച്ച് സമയം അത് തങ്ങി നിൽക്കുന്നുണ്ട്. അത് മറ്റൊരാളുടെ ശരീരത്തിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാൻ, ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ത് നടക്കുകയാണ്, ട്രാൻസ്മിഷൻ നടക്കുകയാണ്, അല്ലെ. ഇറ്റ് ഈസ് മെയിൻ ഫ്രം കഫിംഗ് ദാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആർ ജനറേറ്റഡ് from the source person. അതുപോലെ ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് സർട്ടൻ പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ബ്രോങ്കോസ്കോപ്പി. അതുപോലെ തന്നെ നമ്മൾ സാധാരണ എങ്ങനെ ഈ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ചുമയ്ക്കുമ്പോൾ, കഫിങ്, സ്നീസിങ്, അല്ലെ, ചുമയ്ക്കുമ്പോഴൊക്കെയാണ് ഇത്തരം ഡ്രോപ്ലെറ്റ്സുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രോങ്കോസ്കോപ്പി പോലുള്ള ചില മെഡിക്കൽ പ്രൊസീജിയറുകളൊക്കെ ചെയ്യില്ലേ. ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്, നമ്മള് ഈ പറയുന്ന ബ്രോങ്കൈറ്റിസ്, ദാറ്റ് മീൻസ് നമ്മുടെ ബ്രോങ്കിയോളസ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ദാറ്റ് മീൻസ് നമ്മുടെ എയർവേക്കകത്തേക്ക് നമ്മുടെ ശ്വാസനാളത്തിലോട്ട് നമ്മളൊരു ട്യൂബിനെ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ ബ്രോങ്കോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്നൊക്കെ കേട്ടില്ലേ. എൻഡോസ്കോപ്പി നമ്മുടെ വയറ്റിലൊക്കെ ചെയ്യുന്നതാണ്. ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് ഇൻസേർട്ടിംഗ് ദ ട്യൂബ്സ് catheters into the airway കേട്ടോ. എയർവേയിലേക്ക് നമ്മുടെ ശ്വാസനാളത്തിലോട്ട് ഈ പറയുന്ന ട്യൂബ്സുകളൊക്കെ എന്താണ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഡ്രോപ്ലെറ്റ്സുകൾ മറ്റുമൊക്കെ പുറത്തേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൽ പാത്തോജൻസുകളെ വഹിക്കാം, അതുവഴിയായിട്ടും ട്രാൻസ്മിഷൻ നടക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഡ്രോപ്ലെറ്റ്സ് produced by the sneezing, coughing. Okay, that is called a droplet transmission. Okay, clear alle? Next വരുന്നത് എയർബോൺ ട്രാൻസ്മിഷൻ ആണ്. എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ തന്നെ ഏത് തന്നെയാണ് ശരിക്കും ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയുള്ളതാണ് എയർബോൺ ട്രാൻസ്മിഷൻ. അതായത് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഈ ഡ്രോപ്ലെറ്റ്സിന്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കുറച്ചധികം സമയം നമ്മുടെ എയറിൽ തങ്ങി നിൽക്കും. ഓക്കെ, എയറിൽ തങ്ങി നിൽക്കും. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യാണ്, മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റൊരു പറയുമ്പോൾ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ഡ്രോപ്ലെറ്റ്സ് മറ്റൊരാളിലേക്ക് തെറിക്കാം, അല്ലെ. അങ്ങനെ തെറിച്ച് നേരിട്ട് തന്നെ അവിടെ ട്രാൻസ്മിഷൻ നടക്കാം. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പോലെ തന്നെ, പക്ഷെ ഇത്തരം ഡ്രോപ്ലെറ്റ്സുകളുടെ ചെറിയ റെസിഡ്യൂൽ പാർട്ടിക്കിൾസ് അത് എയറിൽ കുറച്ചധികം സമയം തങ്ങി നിൽക്കും, കൂടുതൽ സമയം തങ്ങി നിൽക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, മറ്റാളുകളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കുക, ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. അത് എടുത്ത് അങ്ങനെ പറയുന്നുണ്ട്. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് എന്താണ്, എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻസ് മൈക്രോ ഓർഗാനിസംസ് വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ ഈ വലിയ വലിയ ഡ്രോപ്ലെറ്റ്സ് അല്ല, ഡ്രോപ്ലെറ്റ്സിന്റെ ചെറിയ ചെറിയ അംശങ്ങള് അത് നമ്മുടെ എയറിൽ കുറച്ചധികം സമയം, കൂടുതൽ സമയം എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു. എന്നിട്ട് അത്തരം ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ വഴിയാണ്ട് വ്യാപനം നടക്കും, ട്രാൻസ്മിഷൻ നടക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ ഇൻഫെക്ടിയസ് ഏജൻസ്. ഡ്രോപ്ലെറ്റ്സിന്റെ മാത്രമല്ല, ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല, അതിനകത്ത് ഈ പാത്തോജൻസുകളെയൊക്കെ എന്താണ് ഇൻഫെക്ടിയസ് ഏജൻസിനെയൊക്കെ വഹിക്കാൻ സാധ്യതയുള്ള നമ്മുടെ എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, അല്ലെ, എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, ഇതുവഴിയായിട്ട് എന്താണ് ട്രാൻസ്മിഷൻ നടക്കുന്നതിനെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എയർബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, ക്ലിയർ. വായുവിലൂടെ നടക്കുന്നു കേട്ടോ. വായുവിലേക്ക് എങ്ങനെയാ വരുന്നത്, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഡ്രോപ്ലെറ്റ്സിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ വായുവിൽ തങ്ങി നിൽക്കും. പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൽ ഇൻഫെക്ടിയസ് ഏജൻസ് ഉണ്ടാവാം, അതുവഴിയായിട്ട് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് വരുന്നത് എന്താണ്, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഇതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. എന്താണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അതായത് നമ്മൾ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ചില കോമൺ ആയിട്ടുള്ള എന്താണ് ഒബ്ജക്റ്റുകളിലൂടെ. കോമൺ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരേ സമയം ഒരുപാട് ആളുകൾ ഒന്നിച്ചുപയോഗിക്കുന്ന വസ്തുക്കളില്ലേ, അങ്ങനെ വരുന്നതാണ് എന്ത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതായത് this applies to microorganisms transmitted to the host by the contaminated items such as food, water, medication, devices and equipment. അങ്ങനെ തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് മൈക്രോ ഓർഗാനിസംസ് ആർ ട്രാൻസ്മിറ്റഡ് by the contaminated items such as food, water, medication, devices and equipment. അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ, മെഡിക്കേഷൻസ്, ഡിവൈസസ്, എക്യുപ്മെന്റ്സ് എന്നിവയിലൂടെയൊക്കെ ഈ പറയുന്ന രോഗാണുക്കളെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും, ഇത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ പോലെ തന്നെയല്ലേ എന്നൊരു സംശയം തോന്നാം അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി കോണ്ടാക്റ്റിൽ വരുന്ന നിർജീവമായിട്ടുള്ള വസ്തുക്കൾ വഴിയായിട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നതല്ലേ, അതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് തന്നെയല്ലേ എന്നൊരു ഡൗട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ സമയം ഒരു കൂട്ടം ആളുകളിലേക്കാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇപ്പൊ നമ്മള് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് കോണ്ടാക്റ്റിൽ വരുന്ന വസ്തുക്കള് അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന മറ്റൊരാള്, പിന്നെ അയാളിൽ നിന്ന് വേറൊരാൾക്ക്, അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് ഒരു സീരീസ് പോലെയാണ് ഒരു ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയായിട്ടാണ് അങ്ങനെ കടന്നു പോകുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഇപ്പൊ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ മറ്റ് ഡിവൈസസ്, എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരേ സമയം ഒരു കൂട്ടം ആളുകളിലേക്ക് ഒരുമിച്ച് ആ ഒരു ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ഒരു കൂട്ടം ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരേ സമയം ഒരു കൂട്ടം ആളുകളിലേക്കാണ് ആ ഒരു ഇൻഫെക്ഷൻ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. അതുപോലെ മെഡിക്കേഷൻ, ഡിവൈസസ്, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സുകൾ, ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പേര് കോമൺ വെഹിക്കിൾ. കോമൺ ആയിട്ട് ഒരു കൂട്ടം ആളുകളിലേക്ക് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ഇങ്ങനെ ചോദിക്കുള്ളൂ. ദ ട്രാൻസ്മിഷൻ ത്രൂ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് സച്ച് ആസ് ഫുഡ്, water, medication, devices and equipment. That is called common vehicle transmission. Okay. അതേസമയം ട്രാൻസ്മിഷൻ ത്രൂ an intermediate object എന്നൊക്കെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അടുത്തത് എന്താണ്? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? രോഗവാഹകരാണ്. ആരൊക്കെയാണ് നമ്മുടെ രോഗവാഹകര്? ഈ പറയുന്ന കൊതുക്, ഈച്ച, ചെള്ള് അല്ലെ, ഇതൊക്കെ എന്താണ്? വെക്ടേഴ്സ് ആണ് അല്ലെ, രോഗവാഹകര്. അവര് നല്ലൊരു ട്രാൻസ്മിഷൻ ഏജന്റ് ആണ് അല്ലെ, വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ this occurs when such as mosquitoes, flies, rats and other vermin transmit the microorganism. That means transmission through the mosquitoes, flies, rats എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അതെന്താണ്? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടേഴ്സ് ആണ് അവര് അല്ലെ, രോഗവാഹകരാണ്. കൊതുക്, ഈച്ച, എലി, ചെള്ള് ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ഇവരൊക്കെ വെക്ടേഴ്സ് ആണ്. ഈ വെക്ടേഴ്സ് വഴിയായിട്ടും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഈ പറയുന്ന ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, കിട്ടിയല്ലോ? കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് നേരിട്ടുള്ള ഡയറക്റ്റ് ബോഡി സർഫസിലൂടെ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വഴി വരുന്നു. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയായിട്ട് എന്ത് വരുന്നു? ട്രാൻസ്മിഷൻ നടക്കുന്നു. ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഡ്രോപ്ലെറ്റ്സ്. ഡ്രോപ്ലെറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ലെറ്റ്സ് ആണ്? സ്നീസിങ്, കഫിങ് അല്ലെ, നമ്മൾ സംസാരിക്കുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പാത്തോജൻസിനെ വഹിക്കുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയായിട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നു. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നമ്മള് ഇതേ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഡ്രോപ്ലെറ്റിന്റെ ന്യൂക്ലിയർ, ഡ്രോപ്ലെറ്റ് റെസിഡ്യൂസ്, ഡ്രോപ്ലെറ്റിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ വായുവിൽ തങ്ങി നിൽക്കുന്നു, വായുവിലൂടെ വരുന്നു എന്ന് മാത്രം. അതായത് വായുവിൽ കുറച്ചധികം സമയം തങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ വായുവിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ക്യാരിയിങ് ദ പാത്തോജൻസ്, അതിലൂടെ ഈ പറയുന്ന ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ് എന്നിവയിലൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നു. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ടു ദ മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് അതർ വെർമിൻസ്. ദാറ്റ് ഈസ് കോൾഡ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, ക്ലിയർ?
വരച്ചു നോക്കിക്കോളൂ കേട്ടോ, വരച്ചു നോക്കിക്കോളൂ. ഓക്കെ ആണോ? പെട്ടെന്ന് നോക്കാം അല്ലെ. അപ്പൊ നമ്മള് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിച്ചില്ലേ, ഇനി നമുക്ക് എന്ത് വേണം? പ്രിവെന്റ് ചെയ്യണം അല്ലെ. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് തോന്നുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ഉണ്ട് നോക്കി? 8 എണ്ണമാണ് പഠിക്കാനുള്ളത് കേട്ടോ. 8 പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കാം. പ്രിവെൻഷൻ, ഞാനൊരു 2:30 ആകുമ്പോൾ ഒരു ബ്രേക്ക് തരാം കേട്ടോ. 2:30 ആകുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. 3 മണി വരെ ഉള്ളൂന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യാം. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? ഇല്ല. പ്രിവെൻഷൻ ആണ്. കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് quality assurance or quality control measures to the healthcare sectors, and evidence-based management can be a feasible approach. These are the following ways to prevent HAI, hospital-acquired infection. അതായത് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കൺട്രോളിംഗ് ദ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സുകൾ എല്ലാം തന്നെ നമ്മൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് എന്നുവെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങള്. അവിടെ നമ്മൾ എപ്പോഴും എന്തിനു വേണ്ടിയിട്ട് ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷ്വറൻസ് മെഷേഴ്സ് ഒക്കെ എടുക്കുന്ന എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേവനങ്ങൾ നൽകുക, അവിടെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ അത്തരം മെഷേഴ്സുകൾ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ നടപ്പിലാക്കിയിട്ടും, അതുപോലെ എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്, ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള അപ്രോച്ചസുകൾ, മെത്തേഡുകളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ട്, വെറുതെ ഒരു മെഷേഴ്സ് എടുക്കുകയല്ല, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് കൺട്രോളിംഗ് മെഷേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ ഫോളോയിങ് വേസ് ടു പ്രിവെന്റ് ദ HAI. 8 പോയിന്റ് ആണ് കേട്ടോ. ഒന്ന് സാനിറ്റേഷൻ, നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ കുറെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സാനിറ്റേഷൻ, സെക്കൻഡ് വൺ സ്റ്റെറിലൈസേഷൻ, തേർഡ് വൺ ഐസൊലേഷൻ, ഫോർത്ത് വൺ ഹാൻഡ് വാഷിംഗ്, ഫിഫ്ത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പിന്നെ കുറച്ച് അഡീഷണൽ പ്രിക്കോഷൻസ് അവിടെ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ആന്റി മൈക്രോവേവ് സർഫസസ്, പിന്നെ ലാസ്റ്റ് വരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഓക്കെ, ഇത്രയുമാണ് അവിടെ വരുന്നത്. ഓരോന്ന് എന്താ നോക്കാം. ഫസ്റ്റ് വൺ സാനിറ്റേഷൻ അല്ലെ. സാനിറ്റേഷൻ, ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ ആണ്. ഒരു മിനിറ്റ്.
സാനിറ്റേഷൻ അല്ലെ, ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽസ് മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് കൺസേണിംഗ് യൂണിഫോംസ്, equipment sterilization, washing and other preventive measures. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ, അറിയാലോ, അതായത് അവിടെ കറക്റ്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റാഫുകളുടെ യൂണിഫോംസ്, അവിടുത്തെ എക്യുപ്മെന്റിന്റെ സ്റ്റെറിലൈസേഷൻ, വാഷിംഗ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾസ്, സാനിറ്റേഷൻ പോളിസികള്, റെഗുലേഷൻസുകൾ എല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ തറോ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോൾ ഡ്രഗ്സ് by all medical personnel before and after each patient contact is one of the most effective ways to fight the nosocomial infection. നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സാനിറ്റൈസറുകൾ ഉപയോഗിക്കും. കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ ആൽക്കഹോൾ ഡ്രഗ്സ് അല്ലെ, നമ്മൾ ഈ പറയുന്ന സാനിറ്റൈസറുകളൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മളൊരു മെഡിക്കൽ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമ്മളൊരു പേഷ്യന്റുമായിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ കൈ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് എന്തിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ സാനിറ്റൈസിങ് സർഫസസ് ഇസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് എന്നുണ്ട്, ലെസണിനുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. ഒന്നുകിൽ ടു റെഡ്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ലെസൺ എന്ന് പറയാം കേട്ടോ. ലെസൺ വെട്ടിക്കോളൂ, ഇങ്ങനെ വായിച്ചാൽ മതി. സാനിറ്റൈസിങ് സർഫസസ് ഇസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് ദ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഇൻ ദ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സർഫസുകള് ഒക്കെ സാനിറ്റൈസ് ചെയ്യാം അല്ലെ. സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരവിടെ എപ്പോഴും തുടച്ചും പഠിച്ചും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. കാര്യം അത്രയും എന്താണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന സർഫസുകളെ സാനിറ്റൈസ് ചെയ്യുന്നതിലൂടെയൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് notwithstanding sanitation protocols, patients cannot be completely isolated from the communicable agents. Moreover, the patients are often advised to make antibiotics and other antimicrobial drugs to help to treat illness. This may enlarge the selection pressure for the emergence of the resistant strains. Okay, അതായത് നമ്മളിപ്പോ സാനിറ്റേഷൻ പ്രോട്ടോകോൾ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് നമുക്കതിനെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേഷ്യൻസിനോട് പലപ്പോഴും എന്തെങ്കിലും മെഡിസിൻസ് വരെ എടുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സാനിറ്റൈസ് ചെയ്തും മറ്റൊരു സംരക്ഷിക്കുന്നത്. പക്ഷെ ഇൻഫെക്ഷൻസ് ഇത്തരം പാത്തോജൻസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. മെഡിസിൻ എടുത്ത് തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ആ ഒരു അർത്ഥത്തിലാണ് അവർ പറയുന്നത് സാനിറ്റേഷൻ പ്രോട്ടോകോൾ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ആ ഇൻഫെക്ഷനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ പേഷ്യൻസിന് ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. കാര്യം എന്താണ്, പാത്തോജൻസ് അകത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ സാനിറ്റേഷനിൽ വേറെ കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ പോയിന്റ് സാനിറ്റേഷൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. രണ്ടാമത്തേതാണ് സ്റ്റെറിലൈസേഷൻ. സെക്കൻഡ് വൺ ആണ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ അണുവിമുക്തമാക്കി സൂക്ഷിക്കാം. നിങ്ങൾ CSST ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ CSST എന്ന് പറയുന്നത്. അപ്പോ സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. ഇറ്റ് ഡിസ്ട്രോയ്സ് ഓൾ ദ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ് ആൻഡ് സർഫസസ് ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ്, അയണൈസിംഗ് റേഡിയേഷൻ, ഡ്രൈ ഹീറ്റ് ഓഫ് സ്റ്റീം അണ്ടർ പ്രഷർ. ഇതൊക്കെ പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് പറയുന്നത്. നിങ്ങൾ CSST പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നതിന്റെ അടുത്തൊരു ഘട്ടമാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന എക്യുപ്മെന്റ്സുകള്, എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലുള്ള മൈക്രോബ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാണ് അല്ലെ. എങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളുണ്ട്.
ഒന്ന് ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽ സ്റ്റെറിലൈസേഷൻസ് ഉണ്ട് അല്ലെ. കെമിക്കൽ ഏജൻസ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അയണൈസിംഗ് റേഡിയേഷൻസ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാം. ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, നിങ്ങൾ ഓട്ടോക്ലേവ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അതായത് ഹീറ്റ്, പ്രഷർ അല്ലെ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മറ്റുള്ള എക്യുപ്മെന്റ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഡിസ്ട്രോയ് ദ മൈക്രോബ്സ് അല്ലെ, മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രിവെൻഷൻ എന്താണ്? സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. മൂന്നാമത്തെ എന്താണ്? ഐസൊലേഷൻ. ഇതൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കോവിഡ് ഒക്കെ സമയത്ത് ഐസൊലേറ്റ് ഇരുന്നിട്ടുണ്ട് അല്ലെ. ഐസൊലേഷൻ നല്ലൊരു മാർഗമാണ് അല്ലെ. ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ കുറയ്ക്കുക അല്ലെ, നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുക അല്ലെ. അങ്ങനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കാം, ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻസ് ഡിസൈൻഡ് ടു ട്രാൻസ്മിറ്റ് മൈക്രോബ്സ് ബൈ കോമൺ റൂട്ട്സ് ഇൻ ഹോസ്പിറ്റൽസ്. അത് പൊതുവെ ഹോസ്പിറ്റലിൽ നമ്മൾ കോമൺ ആയിട്ട് ഇതിലുള്ള ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ബിക്കോസ് ഏജന്റ് ആൻഡ് ദ ഹോസ്റ്റ് ഫാക്ടേഴ്സ് ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. Interruption of transfer of microbes is directed mainly by isolation ആണ് കേട്ടോ. ട്രാൻസ്മിഷൻ അല്ല, ഐസൊലേഷൻ ആണ്. അതായത് ഇന്ററപ്ഷൻ, നമുക്ക് ഈ പറയുന്ന ഏജൻസ്, ഇൻഫെക്ടിയസ് ഏജൻസ് അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ആളുകൾ, ഹോസ്റ്റ് ഫാക്ടേഴ്സ്, അതിനെയൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇൻഫെക്ടിയസ് ഏജൻസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഇൻഫെക്ടിയസ് ഏജൻസിനെ പൂർണ്ണമായിട്ടൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പുതിയ രോഗാണുക്കളും പുതിയ രോഗങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഏജൻസിനെയും അത് വഹിക്കാൻ സാധ്യതയുള്ള ഹോസ്റ്റ് ഫാക്ടേഴ്സിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ടൊക്കെ ചെയ്യാവുന്ന ഒരു മാർഗം എന്താണ്? നമുക്ക് മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ ഇന്ററപ്റ്റ് ചെയ്യണമെങ്കിൽ ഐസൊലേഷനിലൂടെ നമുക്ക് സാധിക്കും. നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് സമ്പർക്കം വേണ്ടാന്ന് വെക്കാം. നമ്മൾ ഫിസിക്കലി മാത്രം ഐസൊലേറ്റ് ചെയ്തിരിക്കാം അല്ലെ. അങ്ങനെ നമ്മൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ടിയസ് കേസസ് ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇൻഫെക്ടിയസ് കേസുകളൊക്കെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാറുണ്ട്. കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ വീടുകളിൽ വരെ ഐസൊലേറ്റ് ചെയ്തിരിക്കാറുണ്ട് അല്ലെ. റൂമിൽ മാറി ഇരിക്കാറുണ്ട്. ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ് അല്ലെ. അതൊരു നല്ല മാർഗമാണ്. നമ്മളെ സംബന്ധിച്ച് എന്താണ്? ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. നാലാമത് വരുന്നതാണ് ഹാൻഡ് വാഷിംഗ് ആണ്. ഹാൻഡ് വാഷിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ 8 പ്രിവെന്റീവ് മെഷേഴ്സ് പഠിക്കുന്നതിൽ നമുക്ക് ഒട്ടും ചെലവില്ലാത്തതും എന്നാൽ വളരെ സിമ്പിൾ മോസ്റ്റ് ആയിട്ടൊരു പ്രൈം പ്രിവെന്റീവ് മെഷർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹാൻഡ് വാഷിംഗ് ആണ്. കാര്യം മറ്റുള്ള പോലെ ഒരു ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷിംഗ് നടത്തുന്നതിലൂടെ തന്നെ നമുക്ക് കുറേയൊക്കെ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ, ഹാൻഡ് വാഷിംഗ്. Hand washing frequently is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one site to another. പ്രത്യേകിച്ച് കോണ്ടാക്റ്റിലൂടെ അല്ലെ, കോണ്ടാക്ട് വഴിയായിട്ട് സ്കിൻ ട്രാൻസ്ഫർ, സ്കിൻ മൈക്രോബ്സുകൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കുള്ള മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അതിനെ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന വളരെ സിംഗിൾ മോസ്റ്റ് പ്രൈം പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് വാഷിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക എന്നുള്ളതാണ്. ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു മാർഗമാണ്. അത് ഹാൻഡ് വാഷ് ചെയ്യുന്ന പറയുമ്പോൾ വെറുതെ പോയി കൈ കഴുകുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതിന് അതിൻ്റെതായ ചില സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ അതിന്റെ കുറെ മെത്തേഡ് അല്ലെങ്കിൽ കുറെയൊക്കെ നിങ്ങൾക്ക് പരിചയമായിരിക്കും. നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് ഇഷ്ടം പോലെ ഇത് ടിവിയിലും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കിപ്പൊ അറിയാം. ശരിക്കും പറഞ്ഞാൽ അറിയാം. അതായത് കോവിഡ് ഒക്കെ ഫേസ് ചെയ്ത് വന്നതുകൊണ്ട് അറിയാവുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ as possible between the patient contacts and after contact with the blood, body fluids, secretions, excretions, and equipment articles contaminated by them is a prime factor of infection control and isolation precautions. അതെ, നമ്മൾ ഈ പറയുന്ന രോഗികളുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുൻപും അതിനുശേഷം അത് ഈ പറയുന്ന പോലെ ബ്ലഡ്, മറ്റ് ബോഡി ഫ്ലൂയിഡ്സ്, അതുപോലെ ബോഡി സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ്,
എക്യുപ്മെന്റ്സുകൾ, കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് മുൻപും ശേഷമൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഓർത്തു വെക്കാം, ഹാൻഡ് വാഷിംഗ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം പ്രിവെന്റീവ് മെഷർ ആണ് ടു റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് മൈക്രോബ്സ്. 8 പഠിക്കുന്നതിൽ ഏറ്റവും ടോപ്പിലുള്ള നിൽക്കുന്ന ഒന്നാണ്. നമുക്ക് വേറെ 10 വയസ്സ് ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, അല്ലെ? നമുക്കൊരു കൈ കഴുകാൻ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും. നമ്മള് ആ കോവിഡിന്റെ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ ഈ ഹാൻഡ് വാഷിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കുറെയൊക്കെ നമ്മുടെ അസുഖം കുറയ്ക്കാൻ പറ്റും. ആ ഒരു അസുഖം വരുന്നതിന്റെ ഫ്രീക്വൻസി ശരിക്കും കുറയും. ശരിയായ രീതിയിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക, ആ ഒരു ഇത് പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ആ ഒരു ചാൻസ് കുറെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും ഒരുപോലെ പാലിക്കണമെന്ന് മാത്രം കേട്ടോ. ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരാൾ മാത്രമല്ല, എല്ലാവരും അത് ഒരുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഫെക്ഷന്റെ ആ ഒരു റേഞ്ച് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട്, ഫ്രീക്വൻസി ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം കേട്ടോ. ആരും ലെഫ്റ്റ് ആയി പോകണ്ട. 3 മണി വരെ ക്ലാസ് ഉള്ളൂ. അപ്പൊ നമുക്കൊരു 35 ആവുമ്പോ ക്ലാസ് തുടങ്ങാം കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക് ഇടായിരുന്നു.
ഓക്കെ, എല്ലാവരും ഉണ്ട് അവിടെ? പോയോ എല്ലാവരും? ഉണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് കൂടെ പറയാം കേട്ടോ. അടുത്തത് അത് 4 പോയിന്റുകൾ മനസ്സിലായി. പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്. അടുത്തത് കേട്ടോ, അഞ്ചാമത്തെ പ്രിവെന്റീവ് മെഷർ എന്താണെന്നറിയോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE അല്ലെ. PPEയുടെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കേട്ടോ, പഠിച്ചു വെക്കണം കേട്ടോ. PPE എക്സ്പാൻഡ് ചെയ്യാൻ പറയും. PPE ദാറ്റ് മീൻസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇതൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അറിയാലോ. ഇതൊക്കെയാണ് ഗ്ലൗസ് അല്ലെ, മാസ്ക്, അതുപോലെ തന്നെ ഐവെയർ അല്ലെ, സേഫ്റ്റി ഷൂസ് അല്ലെ. ഇതൊക്കെ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇതാണ് അവിടെ പറയുന്നത്. PPE consists of items such as gloves, gowns, mask and eyewear used to make blockades that protect the skin, clothing, mucous membranes and the respiratory tract from the infectious agents. അല്ലെ അത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഗ്ലൗസുകള്, മാസ്കുകള്, അതുപോലെ ഗൗൺസ്, ഐവെയർ, ഇതൊക്കെ നമ്മൾ എന്തിനാണ് ധരിക്കുന്നത്? ഇതൊക്കെ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ വരുന്നതാണ് അല്ലെ. നമ്മുടെ സ്കിന്ന്, നമ്മുടെ ക്ലോത്തിങ്, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻസ്, അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ഇതിനെയൊക്കെ പാത്തോജൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ബ്ലോക്കേഡ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ധരിക്കുന്നത് അല്ലെ. ഓക്കെ, നമ്മുടെ സ്കിന്ന്, ക്ലോത്തിങ്, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് ടീച്ചർ? ഇന്നർ ലൈനിങ് ഓഫ് ദ ബോഡി കാവിറ്റീസ് അല്ലെ. നമ്മുടെ ഈ പറയുന്ന മൂക്ക് അല്ലെങ്കിൽ നമ്മുടെ മൗത്ത്, അതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള ബോഡി കാവിറ്റീസിനെയൊക്കെ എന്താണ് ഉള്ളിലുള്ള ഒരു ഇന്നർ ലൈനിങ് ആണ്, മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ ലൈനിങ് ആണ് ഇന്നർ ലൈനിങ് ഓഫ് ദ ബോഡി കാവിറ്റീസ് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മുടെ നോസ്, മൗത്ത്, നമുക്കറിയാലോ. അപ്പൊ നമ്മുടെ മൂക്കിൽ തന്നെ ചെറിയൊരു ലെയർ ഉണ്ട് അല്ലെ. അതായത് പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നർ ലൈനിങ് ഉണ്ട് അല്ലെ. ആ ഇന്നർ ലൈനിങ്ങിനെയാണ് നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുന്നത് അല്ലെ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ഗ്ലൗസിനെ പറ്റി പ്രത്യേകം എടുത്തു പറയുന്നു അല്ലെ. അവിടെ നോക്കിയ ഗ്ലൗസിനെ പറ്റി എന്താണ് പറയുന്നത്? ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് നമ്മൾ ഹാൻഡ് വാഷിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഹാൻഡ് വാഷിംഗ് പോലെ തന്നെ നമ്മൾ ഈ ഗ്ലൗസ് ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. എന്തിനകത്ത്? ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ശരിക്കും അതിന് 2 ചാൻസ് ഉണ്ട്, 2 സൈഡും ഉണ്ടായിരുന്നു. ഗ്ലൗസ് എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ്. അത് നമ്മൾ എന്താണ് ഗ്ലൗസ് നമ്മൾ ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും ഒരു PPEയുടെ ഭാഗമായിട്ട് നമ്മൾ ധരിക്കുന്നത് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ പാത്തോജൻസ് അല്ലെ. പാത്തോജൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗസ് ധരിക്കുന്നത്. അതേസമയം ഇങ്ങനെയും ചിന്തിക്കണം, നമ്മൾ ആ ഗ്ലൗസ് ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതുവഴി എന്തും ചെയ്യപ്പെടാം, ഈ പറയുന്ന പാത്തോജൻസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു പേഷ്യന്റായിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നു, പേഷ്യന്റുമായിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെടുന്നു. അടുത്തൊരു പേഷ്യന്റിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഈ ഗ്ലൗസ് റിമൂവ് ചെയ്യാതെ അതേ ഗ്ലൗസുമായിട്ട് നമ്മൾ മറ്റൊരു പേഷ്യന്റുമായിട്ട് കോൺടാക്റ്റിൽ പോയി എന്ത് സംഭവിക്കും? അവിടെ നിന്നുള്ള അസുഖം പിടിച്ച് മറ്റൊരാൾക്ക് കൊണ്ടു കൊടുക്കണ പോലെയാവും അല്ലെ. അപ്പൊ അത് 2 സൈഡ് ഉണ്ടെന്നുള്ളത് ആലോചിക്കുക. ഗ്ലൗസ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അങ്ങനെ നമുക്ക് ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സൈഡ് അതിനുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാകും? അത് ട്രാൻസ്മിഷന് കാരണമാകും. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. ഒരു പേഷ്യന്റിന് നമ്മൾ കോൺടാക്ട് ചെയ്ത് ഉപയോഗിച്ച ഗ്ലൗസുകൾ റിമൂവ് ചെയ്തിട്ട് വേണം അടുത്തൊരു പേഷ്യന്റിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലാൻ. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്.
നെക്സ്റ്റ് വരുന്നത് അഡീഷണൽ പ്രിക്കോഷൻസ് ആണ് കേട്ടോ. അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട ചില മുൻകരുതലുകളെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓരോ മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിൽ ഓരോ മോഡ് ഓഫ് ട്രാൻസ്മിഷനും നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, ഈ പറയുന്ന ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം എന്നാണ് അവിടെ പറയുന്നത്. നോക്കാം കേട്ടോ. അഡീഷണൽ പ്രിക്കോഷൻസ്. ഫസ്റ്റ് വൺ എയർബോൺ പ്രിക്കോഷൻസ്. ഇതാണ് എയർബോൺ പ്രിക്കോഷൻസ്. എയർബോൺ പ്രിക്കോഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വായുവിലൂടെ ഈ പറയുന്ന രോഗാണു വ്യാപനം നടക്കുന്നുണ്ട്. അപ്പൊ അത് തടയാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നാമത്തെ പറയുന്നത് എന്തെന്ന് നോക്കിയേ, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ബ്രാക്കറ്റിൽ ദിസ് കൺസിസ്റ്റ് ഓഫ് വെർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ആൻഡ് ഡോർ ക്ലോസ്ഡ്. എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയും, ഐസൊലേഷൻ ആണ്. അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഐസൊലേറ്റ് ഇരിക്കാന്നുള്ളത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കാം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, അത്യാവശ്യത്തിന് വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം പേഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ റൂം എങ്ങനെയായിരിക്കണം, വേർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ആൻഡ് ഡോർ ക്ലോസ്ഡ്. ഒരു നെഗറ്റീവ് പ്രഷർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ഡോർ ക്ലോസ്ഡ് ആയിരിക്കണം. പക്ഷെ എന്താണ്, അത്യാവശ്യത്തിന് വെന്റിലേഷൻ ഉണ്ട്. നെഗറ്റീവ് പ്രഷർ അല്ലെ, നെഗറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഉണ്ടാവാം നമ്മുടെ പുറത്തുള്ള പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷർ ആ റൂമിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഒരു താഴ്ന്ന പ്രഷർ നമ്മൾ ആ റൂമിൽ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു പ്രഷർ ഗ്രേഡിയൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പുറത്തുള്ള പ്രഷറിനേക്കാൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഒരു കുറഞ്ഞ പ്രഷർ നമ്മൾ ആ റൂമിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവുന്ന അറിയോ, ഈ പാത്തോജൻസുകൾ പുറത്തേക്ക് എസ്കേപ്പ് ആവുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഒരു പ്രഷറിന്റെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന റൂമിനകത്തുള്ള പാത്തോജൻസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് ഔട്ട്സൈഡിലോട്ട് പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കുറവാണ്. അപ്പൊ ആ ഉള്ള പാത്തോജൻസിനെ നമുക്ക് ആ ഒരു എന്താ പറയാ റൂമിൽ തന്നെ നമുക്ക് അതിനെ റൂമിൽ വെച്ച് തന്നെ നമുക്കത് പുറത്തേക്ക് വ്യാപിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മളവിടെ വെന്റിലേഷനും ഉണ്ട് അല്ല, ആ റൂമിൽ അത്യാവശ്യം വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഈ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ഈ പറയുന്ന രോഗാണുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള ആ ഒരു വെന്റിലേഷൻ സൗകര്യങ്ങളും ആ റൂമിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ സാധിക്കുമെങ്കിൽ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക, ഡോർ ക്ലോസ്ഡ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്, എയർബോൺ. നമ്മളെല്ലാം ആലോചിച്ച് നോക്കിയ വായുവിലൂടെ നമുക്ക് രോഗാണുക്കളെ തടയാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് മാസ്ക് ധരിക്കുക അല്ലെ, മാസ്ക് ധരിക്കുക അല്ലെ. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ ദ സ്റ്റാഫ് ബിഫോർ എന്ററിംഗ് ദ റൂം. അതുപോലെ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇപ്പൊ സ്റ്റാഫുകളാണെങ്കിലും അവരവരുടെ പ്രൊട്ടക്ഷൻ നോക്കണം. അവർ എന്ത് ചെയ്യണം, മാസ്ക് ധരിക്കണം അല്ലെ. മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കണം അവര് എന്ത് ചെയ്യേണ്ടത്, ആ റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. കാര്യം എന്താണ്, ആ റൂമിലെ വായു നിറച്ച് പാത്തോജൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കണം ആ റൂമിലോട്ട് പ്രവേശിക്കാനായിട്ട്. പിന്നെന്താ പറയുന്നത്, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. കൺഫൈൻഡ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പരമാവധി നമ്മളെ പേഷ്യന്റിനെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വലിയൊരു റൂം അല്ല ഉദ്ദേശിച്ചത്. കൺഫൈൻഡ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റൂം അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പരമാവധി നമ്മൾ ആ പേഷ്യന്റിനെ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അതിൽ അർത്ഥമാക്കുന്നത് വേറെ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് സഫോക്കേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള റൂമെന്നല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കൊണ്ട് ഒരു ഹാളിന് കൊണ്ട് പാർപ്പിക്കുന്നതോ അതൊരു ചെറിയ റൂമിൽ പാർപ്പിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ റൂമിലായിരിക്കും. എന്തിനാണ് ഹാളിന്റെ മുഴുവൻ എയറിനെ കണ്ടാമിനേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയ റൂമിലാവുമ്പോൾ അത്രയും ഏരിയ മാത്രമല്ലേ പാത്തോജൻസ് വരുന്നുള്ളൂ. വലിയ വലിയ ഏരിയ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതായത് പരമാവധി നമ്മൾ അതിന്റെ സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്യും. ആ ട്രാൻസ്മിഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പേഷ്യന്റിന് എന്ത് ചെയ്യാം, ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം അല്ലെ. ഒരു ലിമിറ്റഡ് സ്പേസിൽ അവരെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത്രയും ഏരിയ മാത്രമാണല്ലോ കണ്ടാമിനേറ്റഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് എയർബോൺ പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ട് എടുക്കാവുന്ന മുൻകരുതലുകൾ അതൊക്കെയാണ് കേട്ടോ. മാസ്ക് ധരിക്കാം, പിന്നെ അതുപോലെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് ഒരു റൂമിൽ ഇരിക്കാം, പരമാവധി ഒരു കൺഫൈൻഡ് സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദീസ് ആർ ദ പ്രിക്കോഷൻ. ഓക്കെ, ക്ലിയർ ആണോ?
അടുത്തതാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ, ഡ്രോപ്ലെറ്റിലൂടെ എങ്ങനെയാ ട്രാൻസ്മിഷൻ നമുക്കറിയാം. ഡ്രോപ്ലെറ്റ്സ് പുറത്തോട്ട് വരുമ്പോഴല്ലേ പ്രശ്നം. അപ്പൊ ഡ്രോപ്ലെറ്റ്സ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മള് മാസ്ക് ധരിക്കണം അല്ലെ? മാസ്ക് ധരിക്കുന്നതിലൂടെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? പിന്നെ അതുകൂടാതെ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അതായത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ് സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സാധിക്കുമെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂം പേഷ്യന്റിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എടുക്കാം. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. ബിക്കോസ് എന്താണ്? മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കാൻ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ദ ഹെൽത്ത് കെയർ കേട്ടോ. അതായത് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ദ ഹെൽത്ത് കെയർ. നമ്മള് കോവിഡിന്റെ ഒക്കെ സമയത്ത് N95 മാസ്ക് ഒക്കെ നമ്മൾ ഉപയോഗിച്ചില്ലേ? N95 മാസ്ക് അല്ലേ? അങ്ങനെയുള്ള മാസ്കുകൾ, ഗോസ് മാസ്ക്, നമ്മുടെ തുണി കൊണ്ടുള്ള മാസ്ക് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള മാസ്കുകൾ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ പേഷ്യൻസ് മൂവ്മെന്റ്സ് ഷുഡ് ബി കൺട്രോൾഡ്. പേഷ്യന്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ എന്ന് വെച്ചാൽ പരമാവധി പേഷ്യന്റിന് എന്താണ് ഇൻഫെക്ഷൻ അത് മാറുന്നത് വരെ അവരെ പരമാവധി ആ ഒരു ഐസോലേറ്റ് ചെയ്തിരുത്താന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വെയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. അതുപോലെ പേഷ്യന്റും ഈ പറയുന്ന പോലെ മാസ്ക് ധരിക്കാം. റൂമിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ മാസ്ക് ധരിക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആണ് കേട്ടോ. കോണ്ടാക്ട് പ്രിക്കോഷൻസ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ലത് എന്താണ്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ധരിക്കുക അല്ലെ? കാര്യം രോഗിയുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ധരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാവുന്ന ഒരു കാര്യം അല്ലെ? അതാണ് അവിടെ പറയുന്നത്. ഒന്ന് സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. ഞാൻ പറഞ്ഞത് എല്ലാത്തിലും ഐസൊലേഷൻ കോമൺ ആണ്. സാധിക്കുമെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂം പേഷ്യന്റിനായിട്ട് കൊടുക്കുക. സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ് വെൻ ദേ എന്റർ ദ റൂം. അതുപോലെ സ്റ്റാഫുകൾ, അവരെ പരിചരിക്കുന്ന സ്റ്റാഫുകൾ അവരുടെ റൂമിൽ പ്രവേശിക്കുമ്പോൾ ഗ്ലൗസുകൾ ധരിക്കാം. സ്റ്റാഫ് ഷുഡ് വെയർ എ ഗൗൺ ഡ്യൂറിംഗ് ദ പേഷ്യന്റ് കോണ്ടാക്ട് ഓർ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസസ് ഓർ മെറ്റീരിയൽസ്. അതുപോലെ സ്റ്റാഫുകൾ ഗൗണുകൾ ധരിക്കാം പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷമൊക്കെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളായിട്ട് സമ്പർക്കത്തിലൊക്കെ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ അവര് ഗൗണുകൾ ധരിക്കാം, ഗ്ലൗസുകളൊക്കെ ധരിച്ച് പ്രവേശിക്കാൻ ശ്രദ്ധിക്കാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ദ ഹാൻഡ്സ് പ്രോപ്പർലി. അതുപോലെ നമ്മൾ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും ശേഷവും നമ്മുടെ കൈകളൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യാം. പിന്നെന്താണ്? ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. ആ റൂമിന് പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റിനെ പരമാവധി പരിമിതപ്പെടുത്താം. അവര് വിടരുതെന്നല്ല, അത്യാവശ്യത്തിന് മാത്രം അവര് പുറത്തേക്ക് വിടുക. അല്ലാത്ത സമയം വരെ അവരെ ഐസോലേറ്റ് ചെയ്ത് ഇരുത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ പ്രിക്കോഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ ഒക്കെ പുറമെ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത് പ്രിക്കോഷൻസ് മാത്രം, അഡീഷണൽ പ്രിക്കോഷൻസ് മാത്രം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. അറിയുന്നോ? നമ്മൾ ട്യൂസ്ഡേയുടെ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് നാളെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ട്യൂസ്ഡേയുടെ ടൈം ടേബിൾ പ്രകാരം ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. പക്ഷെ ഇവിടെ ട്യൂസ്ഡേ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു.
പാലിയം ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഓഫീസിൽ. അത് കാരണം കൊണ്ട് അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവധി തന്നത് കേട്ടോ. അന്നത്തെ ക്ലാസ് നാളെ ഉണ്ടായിരിക്കും. ഓക്കെ. നിങ്ങള് പാലിയം കേട്ടിട്ടില്ലേ? പാലിയം സത്യാഗ്രഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ ഹിസ്റ്ററിയില്? കേട്ടിട്ടില്ല? പാലിയത്തച്ഛനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഫസ്റ്റ് ടൈം ആണോ കേൾക്കണേ? പാലിയം ക്ഷേത്രം നമ്മുടെ ഓഫീസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. ക്ഷേത്ര പ്രവേശനത്തിനൊക്കെ വേണ്ടി നടന്ന സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം. അപ്പൊ ആ ഒരു ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ചൊവ്വാഴ്ച. പിന്നെ മാത്രല്ല ഇത് ജയചന്ദ്രന്റെ നാടാണ്. പാവകായകൻ ജയചന്ദ്രന്റെ ഓർമ്മയില്ലേ? അദ്ദേഹത്തിന്റെ ഒരു നാടും കൂടെയാണ്. അപ്പൊ പാലിയം കൊട്ടാരമൊക്കെ നമ്മുടെ തൊട്ടടുത്താണ്. നന്ദനം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തില്ല അത് ആ കൊട്ടാരം തൊട്ടടുത്ത് തന്നെ. അപ്പൊ ഇവിടെ പരിപാടിയൊക്കെ നടക്കുമ്പോ വലിയ വലിയ സിംഗേഴ്സ് ഒക്കെ വന്നുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഫിലിമിലൊക്കെ പാടുന്ന ആൾക്കാര്. പ്രത്യേകിച്ച് ജയചന്ദ്രന്റെ നാടാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ അടുത്തുണ്ട്. അപ്പൊ വലിയ ആഘോഷമായിരുന്നു. അതുകൊണ്ടാണ് അത് ക്ലാസ് ഉണ്ടാവാതിരുന്നത് കേട്ടോ. നാളെ ചൊവ്വാഴ്ചത്തെ ടൈം ടേബിൾ പ്രകാരം ക്ലാസ് ഉണ്ടാവും. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ശനിയാഴ്ച അല്ലേന്ന് മറന്നു പോകരുത്. നെക്സ്റ്റ് വരുന്നതാണ് ആന്റി മൈക്രോബിയൽ സർഫസസ് കേട്ടോ. ആന്റി മൈക്രോബിയൽ സർഫസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർഫസുകളൊക്കെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ആന്റി മൈക്രോബിയൽ സർഫസസ്. കാര്യം ഈ ഇങ്ങനെയുള്ള സർഫസ് എന്ന് വെച്ചാൽ എപ്പോഴും കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ എപ്പോഴും നമ്മൾ അണുവിമുക്തമാക്കി ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് എപ്പോഴും അണുവിമുക്തമാക്കി സൂക്ഷിക്കുക. അതൊരു പ്രിവെന്റീവ് മെഷർ ആണ് കേട്ടോ. എന്താണ് അവിടെ പറയുന്നത്? ടച്ച് സർഫസസ് normally found in hospital rooms such as bed rails, call button, touch plate, chairs, door handle, light switches, grab rails, intravenous ports, dispensers, dressing trolleys, and counters and table tops are known to be contaminated. അല്ലെ? ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ടച്ച് വരുന്ന ഭാഗങ്ങളാണ് അല്ലെ. ബെഡ് റെയിൽസ്, കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അത്തരം സർഫസസുകളാണ്. Above hence the touch surfaces in hospital rooms can act as a source or reservoirs for the spread of bacteria from the hands of healthcare workers and visitors to patients. പക്ഷേ ഇത്തരം സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു റിസർവോയർ ആണ്. ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള സർഫസുകള്. അവിടെ നിന്നൊക്കെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, പേഷ്യൻസിന്, അവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഡിസ്ഇൻഫെക്റ്റന്റ് ആക്കി സൂക്ഷിക്കാം അല്ലെ. സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അങ്ങനെയുള്ള സർഫസുകളൊക്കെ എന്ത് ചെയ്യാം? അണുവിമുക്തമാക്കി സൂക്ഷിക്കുക അല്ലെ. ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അടുത്തതാണ് എന്ത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് എന്ത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ച പോലെ ഒരു ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ് കേട്ടോ. ഈ കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് ഈ കമ്മിറ്റിയില് ആ ഒരു എല്ലാ ഫീൽഡിലും ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിസിപ്ലിൻസിലുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. കാര്യം എൻ്റെ ഹോസ്പിറ്റലിൽ അണുവിമുക്തമാക്കി സൂക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരേപോലുള്ള റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള എന്താണ് ആളുകൾ ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും കേട്ടോ. അപ്പൊ നോക്കാം. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം of the healthcare facility, that is the infection control committee ആണ് കേട്ടോ. infection committee, okay, infection control committee for the patient safety program of the healthcare facility and is liable for establishing and maintaining infection prevention and control. It's monitoring, reporting, research and education. Okay, ഈ കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്, കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത്. ഈ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താനുള്ള ഒരു കമ്മിറ്റിയാണ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അത് കൃത്യമായിട്ട് ഇൻഫെക്ഷന്റെ സ്പ്രെഡിങ് മോണിറ്റർ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസുകളൊക്കെ മോണിറ്റർ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചും കാര്യങ്ങളും ഇതൊക്കെ കണ്ടക്ട് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓവർസീ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് എന്ത്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ ഏത് കമ്മിറ്റി, പിന്നെ ഈ കമ്മിറ്റി മാത്രമല്ല, നിങ്ങൾ ഏത് കമ്മിറ്റി പഠിക്കുമ്പോഴും അതിന്റെ ചെയർപേഴ്സൺ, അതിന്റെ സെക്രട്ടറി, അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കി, ഇത് നോക്കി, ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ചെയർപേഴ്സൺ ആരാണ് നോക്കിയത്? ചെയർപേഴ്സൺ മീൻസ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും അതൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് ആ ഒരു സ്ഥാപനത്തിന്റെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ അത് ആരെന്ന് പറയുന്നില്ല, ബട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആ ഒരു കമ്മിറ്റിയുടെ. മെമ്പർ സെക്രട്ടറി, സെക്രട്ടറി ആരാണെന്ന് അറിയോ? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് കേട്ടോ. ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് ഇതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ മെമ്പേഴ്സ്, മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റെപ്രസെന്റേഷൻ ഫ്രം ദ റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ആളുകളൊക്കെ ഇതിലെ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ഒക്കെ ഹെഡുകളൊക്കെ ഉണ്ടല്ലോ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നു, ഇപ്പൊ കാർഡിയോളജി, പൾമണോളജി, അങ്ങനെ എന്തൊക്കെ മെഡിക്കൽ ഫാക്കൽറ്റീസുകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഹെഡുകളൊക്കെ ഇതിന്റെ അംഗങ്ങളായിട്ട്, എന്നാൽ എടുത്തു പറയുന്നില്ല. റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഹെഡുകളൊക്കെ അതിന്റെ ഭാഗമായിരിക്കും, കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. പിന്നെ സപ്പോർട്ട് സർവീസസ്, അതായത് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ, അപ്പൊ അതിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മൂന്നായിട്ട് പഠിച്ചില്ലേ. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുള്ള റെപ്രസെന്റേറ്റീവ് കമ്മിറ്റിയിൽ ഉണ്ടാവും. റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഉള്ള ഹെഡുകൾ അതിന്റെ ഭാഗമായിരിക്കും. അതുപോലെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള അംഗങ്ങൾ, അതായത് നമുക്കറിയാലോ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്? CSST, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇതൊക്കെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടത്തേക്ക് റെപ്രസെന്റേറ്റീവ്സ് എല്ലാവരും ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. പിന്നെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും. അതൊരു സീനിയർ നഴ്സ് ആയിരിക്കും. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും അതിന്റെ ഭാഗമായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാവരും ഉണ്ട് അല്ലെ, ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാണ്. കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അതൊരു എന്താണ്, പൊതുവായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അതിലൂടെ പേഷ്യന്റിന്റെ സേഫ്റ്റി പുറത്തു വെക്കുക കേട്ടോ. ചെയർപേഴ്സൺ ആരാണ്? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരം മൈക്രോ ഓർഗാനിസംസിനെ പറ്റി പഠനം നടത്തുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരം പാത്തോജൻസുകളെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള അറിവുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരാളാണ് ഇതിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ ഓർക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. റിലവന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഉണ്ടായിരിക്കും, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് പ്രധാനപ്പെട്ട നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സസ് മനസ്സിലാക്കി, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ഉള്ള ആളുകൾ, സാഹചര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 8 പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി കൂടെ പറയാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലോണം വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.